വെൽക്കം ടു 7 ഡേ മിറക്കിൾസ് ചാനൽ. ഇന്ന് നാം സംസാരിക്കാൻ പോകുന്നത് വളരെ മനോഹരമായ ഒരു വിഷയത്തെക്കുറിച്ചാണ്. പുരുഷന്മാർ സ്ത്രീകളിൽ എന്താണ് ശരിക്കും ശ്രദ്ധിക്കുന്നത് എന്ന്. പലപ്പോഴും നമ്മൾ കരുതുന്നത് ബാഹ്യ സൗന്ദര്യത്തെക്കുറിച്ചോ വസ്ത്രധാരണത്തെക്കുറിച്ചോ മാത്രമാണ്. തീർച്ചയായും അവയൊക്കെ ശ്രദ്ധയിൽപ്പെടും. പക്ഷേ ഒരു സ്ഥിരമായ ബന്ധത്തിലേക്കോ അല്ലെങ്കിൽ മനസ്സിൽ മായാതെ നിൽക്കുന്ന ഒരു അനുഭവത്തിലേക്കോ നയിക്കുന്ന ഒരു 5 കാര്യങ്ങൾ അതാ ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ഈ 5 കാര്യങ്ങളും നിങ്ങൾ അറിയുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങും, തീർച്ചയായും. സോ ഫസ്റ്റ് വൺ, എനർജറ്റിക് ആയിട്ട് തന്നെ തുടങ്ങാം. അത് മറ്റൊന്നുമല്ല, ആത്മവിശ്വാസം തന്നെയാ. ഇതൊരു വെറും വാക്കൊന്നുമല്ല സുഹൃത്തുക്കളെ, ഇതൊരു അന്തരീക്ഷമാണ്, ഇതൊരു വൈബ്രേഷനാണ്. ആരെങ്കിലും മുറിയിലേക്ക് കടന്നു വരുമ്പോൾ അവർ എത്ര സുന്ദരിയാണെന്നതിനേക്കാൾ അവർ എത്രത്തോളം പവർഫുള്ളായി നിലകൊള്ളുന്നു എന്നതിലാ പുരുഷന്മാർ ആദ്യമായി ശ്രദ്ധിക്കുക. തൻ്റെ കണ്ണുകളിലേക്ക് നോക്കി സംസാരിക്കുന്ന, തൻ്റെ ആശയങ്ങൾ വ്യക്തമായും ഭയമില്ലാതെയും അവതരിപ്പിക്കുന്ന ഒരു സ്ത്രീ. എവിടെയാണ് ആ സ്ത്രീ ഇരിക്കുന്നതെങ്കിലും ആ കസേരയ്ക്ക് ഒരു സിംഹാസനത്തിന്റെ പ്രാധാന്യം നൽകാൻ ആ ആത്മവിശ്വാസത്തിന് കഴിയും. അങ്ങനെയുള്ള ഒരു സ്ത്രീയുടെ സമീപത്തിൽ ഏതൊരാളും ബഹുമാനത്തോട് തലകുനിച്ചു പോകും. അതാണ് അതിൻ്റെ അധികാരം. ഇവിടെയാണ് വൈകാരികത കടന്നു വരുന്നത്. എന്തുകൊണ്ടാണ് ഈ കോൺഫിഡൻസ് ഇത്ര ആകർഷകമാവുന്നത്? കാരണം ആത്മവിശ്വാസം എന്നതേ നിങ്ങൾ നിങ്ങളെ തന്നെ അംഗീകരിക്കുന്നു എന്നതിൻ്റെ പ്രഖ്യാപനമാണ്. നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുന്നു എന്നും നിങ്ങളുടെ കുറവുകളെ നിങ്ങൾ ഭയപ്പെടുന്നില്ല എന്നും നിങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുന്നു. പല പുരുഷന്മാർക്കും വേണ്ടത് ഒരു സപ്പോർട്ടായി കൂടെ നിൽക്കാൻ കഴിയുന്ന, തൻ്റെതായ അഭിപ്രായങ്ങളുള്ള, തൻ്റെതായ ലോകമുള്ള ഒരു സ്ത്രീയെയാണ്. നിങ്ങളുടെ ആത്മവിശ്വാസം പറയും, എനിക്ക് എന്നെ തന്നെ നോക്കാൻ അറിയാം, നമുക്ക് ഒരുമിച്ച് ഈ ലോകത്തെ നോക്കിയാലോ. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ടോ? ഉണ്ടെങ്കിൽ അത് എങ്ങനെയാ പ്രകടിപ്പിക്കേണ്ടത്? പവർ പോസിംഗ് പരിശീലിക്കുക. നിങ്ങളുടെ സ്വന്തം ശക്തിയെക്കുറിച്ച് നിങ്ങൾ തന്നെ ബോധ്യപ്പെടുത്താനുള്ള ഒരു വഴിയായത്. അതുപോലെ നോ പറയാൻ പഠിക്കുക. നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങളിൽ ഉറച്ച നിലപാടെടുക്കുക. നിങ്ങളുടെ വാക്കുകൾക്ക് വിലയുണ്ടെന്ന് നിങ്ങൾ സ്വയം തിരിച്ചറിയുമ്പോൾ ലോകവും അതിന് വില നൽകും. ജയിച്ച സ്ത്രീകളെല്ലാം നോക്കൂ, ഇന്ദിരാഗാന്ധി മുതൽ കൽപ്പന ചൗള വരെ. അവരുടെ എല്ലാം ഏറ്റവും വലിയ ഓർണമെന്റ് എന്തായിരുന്നു? അവരുടെ വസ്ത്രധാരണമോ സൗന്ദര്യമോ ആയിരുന്നില്ല, അവരുടെ ഉറച്ച നിലപാടുകളും ആത്മവിശ്വാസവുമാണ്. അവർ അവരുടെ ലക്ഷ്യങ്ങളിൽ വിശ്വസിച്ചു. ആ വിശ്വാസം അവരെ ഒരു ലീഡർഷിപ്പാക്കി മാറ്റി. ആരെയും ആകർഷിക്കുന്ന ശക്തി ആ ആത്മവിശ്വാസത്തിനുണ്ട്. ആത്മവിശ്വാസം ഒരു കെട്ടിടത്തിന്റെ അടിത്തറയാണെങ്കിൽ ആ അടിത്തറയിൽ പണിയുന്ന ഏറ്റവും മനോഹരമായ വാതില നമ്മുടെ അടുത്ത പോയിന്റ്. ഹൃദയം തുറന്ന ചിരി നമ്മുടെ ലിസ്റ്റിലെ 2ാമത്തെ പവർ. അത് കണ്ണുകളും ചിരിയുമാ. ഒരു പുരുഷന്റെ ശ്രദ്ധ ആകർഷിക്കാനുള്ള ഏറ്റവും എളുപ്പവും എന്നാൽ ഏറ്റവും ആഴത്തിലുള്ളതുമായ മാർഗമായി ഇത്. നിങ്ങൾ ചിരിക്കുമ്പോൾ അത് ചുണ്ടുകളിൽ മാത്രമായി ഒതുങ്ങരുത്, അത് നിങ്ങളുടെ കണ്ണുകളിൽ പ്രതിഫലിക്കണം. ഡ്യൂഷൻ സ്മൈൽ എന്നൊരു ചിരിയുണ്ട്. അത് യഥാർത്ഥ സന്തോഷം പ്രകടിപ്പിക്കുമ്പോൾ കണ്ണിന് ചുറ്റും ചെറിയ ചുളിവുകൾ ഉണ്ടാക്കും. അതാണ് സത്യസന്ധമായ ചിരി. ആ ചിരിയിൽ ഒരു സ്ത്രീയുടെ മനസ്സിലെ നന്മയും നിഷ്കളങ്കതയും ജീവിതത്തോടുള്ള നല്ല സമീപനവും പുരുഷന്മാർ വായിച്ചെടുക്കും. കണ്ണുകൾ ആത്മാവിന്റെ വാതിലുകളാണെന്ന് പറയാറുണ്ട്. നിങ്ങൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ആത്മാർത്ഥതയോടെ കണ്ണുകളിൽ നോക്കുന്ന ഒരു സ്ത്രീയിൽ പുരുഷന്മാർ വേഗം വിശ്വാസം അർപ്പിക്കും. പുരുഷന്മാർ വൈകാരികമായി തുറന്ന് സംസാരിക്കാൻ മടിക്കുന്നവരാ. എന്നാൽ തൻ്റെ പങ്കാളിയുടെ കണ്ണുകളിൽ വിശ്വാസവും ബോധ്യവും കാണുമ്പോൾ അവർക്ക് അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ധൈര്യം ലഭിക്കും. നിങ്ങളുടെ കണ്ണുകൾ നൽകുന്ന സന്ദേശം ഇതാ: നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കുന്നു, ഞാൻ നിങ്ങളെ വിധിക്കുന്നില്ല. ഈ അംഗീകാരം ഏറ്റവും വലിയ ആകർഷണം. നിങ്ങളുടെ ചിരി മനോഹരമാക്കാൻ നിങ്ങൾ സർജറി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കാര്യം മാത്രം: സന്തോഷമുള്ളവരായിരിക്കുക. ജീവിതത്തിലെ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ പഠിക്കുക. നിങ്ങളുടെ ചിരി സ്വാഭാവികമാകും. സംസാരിക്കുമ്പോൾ ഒരു സെക്കൻഡ് അധികമായി മറ്റേയാളുടെ കണ്ണുകളിലേക്ക് നോക്കുക. ഇത് നിങ്ങൾ ആ സംഭാഷണത്തിൽ പൂർണ്ണമായി ശ്രദ്ധിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ്. ഇത് നിങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു ഊഷ്മളമായ ബന്ധമാണ്. മൊണാലിസയുടെ ചിരി ലോകമെമ്പാടും ചർച്ച ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ടാ? അതിലെ നിഗൂഢതയും ആ ചിരിയുടെ ആഴവുമാ കാരണം. ആ ചിരി ഒരു കഥ പറയുന്നു. അതുപോലെ നിങ്ങളുടെ ചിരിയും ഒരു കഥ പറയണം. നിങ്ങളുടെ നന്മയുടെ, സ്നേഹത്തിന്റെ, സന്തോഷത്തിന്റെ കഥ. നമ്മുടെ ലിസ്റ്റിലെ 3ാം കാര്യം, സംസാര ശൈലിയും ഇടപെടലുകളും.
സംസാരം എന്നത് വിവരങ്ങൾ കൈമാറുന്നത് മാത്രമല്ല, നിങ്ങളുടെ വ്യക്തിത്വം പ്രകടിപ്പിക്കുന്ന ഒരു കല കൂടിയാണ്. ലോകത്തെക്കുറിച്ചും കലയെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും അറിവുള്ള സംസാരം പുരുഷന്മാർക്ക് വലിയ ആകർഷണമാണ് നൽകുന്നത്. എന്നാൽ അതിനേക്കാൾ പ്രധാനമാണ് സംസാരിക്കുന്ന രീതി, മറ്റൊരാളെ താഴ്ത്തിക്കെട്ടാത്ത എന്നാൽ സ്വന്തം നിലപാട് വ്യക്തമാക്കുന്ന സംസാര ശൈലി. പുരുഷന്മാർക്കൊരു പങ്കാളിയിൽ വേണ്ടത് വെറും സൗന്ദര്യമല്ല, ബുദ്ധി കൊണ്ടുള്ള വെല്ലുവിളിയ. ഒരു ചർച്ചയെ ആരോഗ്യകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന, തൻ്റെ കാഴ്ചപ്പാടുകൾ വ്യക്തമാക്കാൻ കഴിയുന്ന ഒരു സ്ത്രീയെ പുരുഷന്മാർ വളരെയധികം ബഹുമാനിക്കും. ഇതൊരു മെന്റൽ കണക്ഷനാണ്. അതോടൊപ്പം നിങ്ങൾ മറ്റുള്ളവരുമായി ഇടപഴകുന്ന രീതി, പ്രത്യേകിച്ച് നിങ്ങളെക്കാൾ താഴെ എന്ന് കരുതുന്നവരോട് നിങ്ങൾ സംസാരിക്കുന്ന രീതി, ഒരു സ്ത്രീയുടെ സ്വഭാവത്തെക്കുറിച്ച് പുരുഷന് വ്യക്തമായ ധാരണ നൽകും. ദയയോടെയുള്ള ഇടപെടൽ ഒരു വലിയ പോസിറ്റീവ് പോയിന്റാണ്. സംസാരം ആകർഷകമാക്കാനുള്ള പ്രാക്ടിക്കൽ ടിപ്സ്. എല്ലാ ദിവസവും ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം പഠിക്കുക, വാർത്തകൾ വായിക്കുക, പുസ്തകങ്ങൾ വായിക്കുക, നിങ്ങളുടെ അറിവിൻ്റെ ലോകം വികസിപ്പിക്കുക. സംസാരത്തിൽ ശ്രദ്ധിക്കുന്ന വ്യക്തിയായിരിക്കുക. മറ്റൊരാളുടെ വാക്കുകൾ മുറിക്കാതെ അവർക്ക് പറയാനുള്ളത് പൂർണ്ണമായും കേൾക്കുക. ഏറ്റവും പ്രധാനമായി നിങ്ങളുടെ വാക്കുകൾ ടോക്സിക് ആകാതെ ഇരിക്കുക. ഗോസിപ്പുകളിൽ നിന്നും അനാവശ്യ വിമർശനങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കൂ. നിങ്ങളുടെ സംസാരം പോസിറ്റീവ് എനർജി നൽകുന്ന ഒന്നായിരിക്കണം. ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്, നല്ല വാക്കുകൾക്ക് വാളിനേക്കാൾ ശക്തിയുണ്ട്. നിങ്ങളുടെ സംസാര ശൈലി നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൻ്റെയും വളർന്നു വന്നതിൻ്റെയും കാഴ്ചപ്പാടിൻ്റെയും പ്രതിഫലനമാണ്. നിങ്ങളുടെ ബുദ്ധി നിങ്ങളുടെ ഏറ്റവും വലിയ ആഭരണമാണ്. നാലാമതായി, ഏറ്റവും ശക്തമായ ആകർഷണ കാരണമാണ് സ്വന്തമായ വ്യക്തിത്വം അഥവാ ഓതന്റിസിറ്റി. ലോകം എന്ത് പറയുന്നു എന്നതിനെക്കുറിച്ച് ആശങ്കപ്പെടാതെ താൻ ആരാണോ അതുപോലെ നിലനിൽക്കാൻ കഴിയുന്ന സ്ത്രീ. മറ്റുള്ളവരെ പോലെയാകാൻ ശ്രമിക്കാതെ തൻ്റെ ഇഷ്ടങ്ങളെയും തൻ്റെ ജീവിതശൈലിയെയും മുറുകെ പിടിക്കുന്നവൾ. പുരുഷന്മാർക്ക് ഇഷ്ടമുള്ളത് അനുകരണങ്ങളെയല്ല, യഥാർത്ഥ വ്യക്തികളെയാ. ഒരു ബന്ധം ആരംഭിക്കുമ്പോൾ എല്ലാവരും അവരുടെ മികച്ച മുഖം കാണിക്കാൻ ശ്രമിക്കും. എന്നാൽ ഒരുമിച്ച് ജീവിക്കുമ്പോൾ ആ മുഖം ഓടി അഴിഞ്ഞു വീഴും. നിങ്ങൾ ആരാണോ ആ വ്യക്തിയെ സ്നേഹിക്കാനാണ് പുരുഷൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ വ്യക്തിത്വം മറച്ചുവെച്ച് മറ്റൊരാളായി ജീവിക്കുമ്പോൾ ആ ബന്ധത്തിന് ഒരിക്കലും ആഴമുണ്ടാവില്ല. നിങ്ങളുടെ ആധികാരികത ഒരു പുരുഷന് നൽകുന്ന സന്ദേശം ഇതാ: എനിക്ക് എന്നിൽ വിശ്വാസമുണ്ട്, നിങ്ങൾക്ക് എന്നിൽ വിശ്വസിക്കാമെന്ന്. ഇത് വൈകാരികമായ ഒരു ട്രാൻസ്പെറൻസിയാണ്. നിങ്ങളായിരിക്കാൻ പഠിക്കുക. സമൂഹത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങാതിരിക്കുക. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ധരിക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹോബികളിൽ ഏർപ്പെടുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുക. മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് പേടിക്കാതിരിക്കുക. നിങ്ങളുടെ വിചിത്രമായ ഇഷ്ടങ്ങളെ പോലും സ്നേഹിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് തനിച്ചായിരിക്കാൻ ഇഷ്ടമുള്ള നിമിഷങ്ങൾ കണ്ടെത്തുക. കാരണം തനിച്ചിരിക്കാൻ പഠിക്കുമ്പോഴാണ് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വം കണ്ടെത്തുന്നത്. മറ്റൊരാളുടെ അനുവാദം ആവശ്യമില്ലാത്ത നിങ്ങളുടെ സ്വന്തം ലോകം നിങ്ങൾക്കുണ്ടാകണം. പലപ്പോഴും ലോകത്തെ മാറ്റിമറിച്ച വ്യക്തികൾ സമൂഹത്തിന്റെ സാധാരണ നിയമങ്ങൾ തകർത്തെറിഞ്ഞവരാ, തങ്ങളായിരിക്കാൻ ധൈര്യം കാണിച്ചവരാ. അതുപോലെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ ഒരു വിപ്ലവം സൃഷ്ടിക്കുക, നിങ്ങളായിക്കൊണ്ട്. അത് നിങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ ബഹുമാനത്തെയും ആകർഷണത്തെയും 10 മടങ്ങ് വർദ്ധിപ്പിക്കും. നമ്മുടെ ലിസ്റ്റിലെ 5ാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ പോയിന്റ് ഇതാ: എംപതി ആൻഡ് കൈൻഡ്നസ്. ബാഹ്യ സൗന്ദര്യം മാഞ്ഞു പോയേക്കാം, ബുദ്ധിയും മങ്ങാൻ സാധ്യതയുണ്ട്. എന്നാൽ ദയുള്ള ഒരു ഹൃദയം എന്നെന്നും നിലനിൽക്കും. ഒരു പുരുഷന്റെ ഹൃദയത്തിൽ സ്ഥിരമായ ഒരിടം നേടാൻ ഈ ഗുണത്തിന് കഴിയും. ദയ എന്നത് മറ്റൊരാളോട് നല്ല രീതിയിൽ പെരുമാറുന്നത് മാത്രമല്ല, മറ്റൊരാളുടെ വേദനയിൽ അവരോടൊപ്പം നിൽക്കാൻ കഴിയുന്ന, അവരുടെ സന്തോഷത്തിൽ ആത്മാർത്ഥമായി സന്തോഷിക്കാൻ കഴിയുന്ന ഒരു മനസ്സ്. ഇതാ യഥാർത്ഥ പാർട്ണർഷിപ്പ്. ഒരു പുരുഷൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് തൻ്റെ കഷ്ടപ്പാടുകളിൽ തൻ്റെ പങ്കാളി തനിക്ക് വേണ്ടി മനസ്സിലാക്കി കൂടെ നിൽക്കണം എന്നതാ. നിങ്ങളുടെ സഹാനുഭൂതി നിങ്ങളുടെ ബന്ധത്തെ ബലപ്പെടുത്തും. ഈ ദയ ഒരു പുരുഷന് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം ഇതാ: ഞാൻ നിങ്ങളെ ശ്രദ്ധിക്കുന്നു, ഞാൻ നിങ്ങളെ സംരക്ഷിക്കുന്നു. ഇത് ഒരു കുടുംബം കെട്ടിപ്പടുക്കുന്നതിന്റെ ഏറ്റവും വലിയ ഘടകമാണ്. ദയ എങ്ങനെയാ പ്രകടിപ്പിക്കേണ്ടത്? ചെറിയ കാര്യങ്ങളിലൂടെ തുടങ്ങുക. സംസാരിക്കുന്നവരുടെ വികാരങ്ങളെ അറിയാൻ ശ്രമിക്കുക. വിധി കലർന്ന വാക്കുകൾ ഒഴിവാക്കുക. നീ എന്താ ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കുന്നതിന് പകരം ഇങ്ങനെ ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിച്ചത് എന്താ എന്ന് ചോദിക്കൂ. മറ്റൊരാളുടെ കാഴ്ചപ്പാടിലൂടെ ലോകത്തെ കാണാൻ ശ്രമിക്കുക. അതാണ് സഹാനുഭൂതി. നിങ്ങൾ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തിയോടും ഒരു പുഞ്ചിരി നൽകുക, ഒരു നല്ല വാക്ക് പറയുക. ദയ എന്നത് സൗജന്യമാണ്, പക്ഷെ അതിന്റെ ഫലം അമൂല്യമാണ്. ലോകമെമ്പാടുമുള്ള അമ്മമാർക്ക് ഈ സ്ഥാനം നൽകിയിട്ടുള്ളത് എന്തുകൊണ്ടാണ്? കാരണം അവരുടെ സ്നേഹവും ദയയും നിരുപാധികമാണ്. മാതൃത്വം എന്നത് സഹാനുഭൂതിയുടെ ഏറ്റവും ഉദാത്തമായ രൂപമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നൽകുന്ന ഈ ദയയും സ്നേഹവും നിങ്ങളെ മറ്റെന്തിനേക്കാളും മനോഹരവും ആകർഷകവുമാക്കും. ഡിയർ ഫ്രണ്ട്സ്,
നമ്മളിന്ന് സംസാരിച്ച ഈ 5 കാര്യങ്ങൾ, ആത്മവിശ്വാസം, ചിരിയും കണ്ണുകളും, സംസാര ശൈലി, സ്വന്തമായ വ്യക്തിത്വം, സഹാനുഭൂതിയും ദയയും, ഇവയെല്ലാം നിങ്ങളുടെ ഇന്നർ ബ്യൂട്ടിയുടെ പ്രകടനങ്ങളാണ്. ഓർക്കുക, സൗന്ദര്യം എന്നത് കാഴ്ചയിൽ തോന്നുന്ന ഒന്നല്ല, അത് നമ്മുടെ പ്രവൃത്തികളിലും വാക്കുകളിലും ഈ ലോകത്തോട് നമ്മൾ പ്രതികരിക്കുന്ന രീതിയിലും പ്രകടമാകുന്ന ഒരു തിളക്കമാണ്. മറ്റൊരാൾക്ക് വേണ്ടി മാറാൻ ശ്രമിക്കാതെ നിങ്ങൾ ആരാണോ അതുപോലെ തിളങ്ങാൻ ശ്രമിക്കൂ. നിങ്ങളെ ആകർഷകമാക്കാൻ നിങ്ങൾക്ക് മറ്റാരുടെയും അനുവാദം ആവശ്യമില്ല. കാരണം നിങ്ങൾ ഇതിനകം തന്നെ ഒരു മിറക്കിളാണ്. ഇന്നു മുതൽ ഈ 5 കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങളുടെ ജീവിതം മാറ്റുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബി ഹാപ്പി, ബി പോസിറ്റീവ് ആൻഡ് അക്സെപ്റ്റ് ദി മിറക്കിൾസ് റൈറ്റ് നൗ.